നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന പോസിറ്റിവിറ്റികളെ കുറിച്ചാണ്. നമ്മുടെ ഡിവൈൻ ഗൈഡൻസ് ആണ്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുന്ന, നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്താനും നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടുള്ളൊരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സുകൾ ഫോളോ ചെയ്യുക. കാരണം ഓരോ റീഡിങ്സിലും ഓരോ ഇൻഫർമേഷൻസുകളും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ ജീവിതപാത പോസിറ്റീവായി ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ്. മാത്രവുമല്ല, ഇന്നത്തെ ദിവസം ഇങ്ങനൊരു റീഡിങ്സ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചതിൽ ഡിവൈനോട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നിങ്ങളുടെ മറ്റെന്ത് അഭിപ്രായമാണേലും നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന എന്ത് കാര്യമാണേലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. കാരണം നമുക്കൊരു കാര്യം ലഭിക്കുമ്പോൾ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. പോസിറ്റീവ് ആകുന്ന ഒരു അഫർമേഷൻസ് ആണ് എപ്പോഴും നന്ദി പറയുക, അത് നന്ദി എഴുതുക, നന്ദി പറയുക. യൂണിവേഴ്സലിന് ഓരോ നിമിഷവും നമ്മളെപ്പോൾ നന്ദി പറയാൻ ശ്രമിച്ചാൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും നന്ദിയോടുകൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കണം. നമുക്കൊരു കാര്യം ലഭിക്കുമ്പം നമ്മൾ തിരിച്ച് അതിന് പ്രതിഫലമായിട്ട് അടുത്തൊരു കാര്യം ചെയ്യുക. അപ്പോഴാണ് നമ്മളിലേക്ക് വീണ്ടും കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൊടുക്കും തോറും ഏറിടും എന്ന് പറയുന്നത് പോലെ നമ്മുടെ കയ്യിലുള്ളത് എന്താണേലും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ സ്റ്റക്കാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത വിധം നമ്മൾ സ്റ്റക്കാവും. നമ്മുടെ സ്നേഹമാണെങ്കിലും നമ്മൾ ഒഴുക്കിക്കൊണ്ടിരിക്കണം, നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലാണ് നമ്മളിലേക്ക് സ്നേഹം വന്നു ചേരുകയുള്ളൂ. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ കയ്യിൽ ഫിനാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അർഹമാകുന്നിടത്തേക്ക് നമ്മളടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളത് ഹോൾഡ് ചെയ്യരുത്, കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നതാണ് അർത്ഥം. ഇപ്പോൾ ലോൺ ഉണ്ടെങ്കിൽ ലോൺ അടയ്ക്കുക, ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുക, നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിങ്ങനെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥായിയായ ഒരു കാര്യമല്ല ഫിനാൻസ് എന്ന് പറയുന്നത്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഒഴുക്കാണ് സാമ്പത്തികം. അത് വന്നു ചേരണമെങ്കിൽ അത് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. ആവശ്യങ്ങളെ മനസ്സിലായി, അർഹതയുള്ളവരെ മനസ്സിലാക്കി നമ്മളത് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കും. കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടിയായിരിക്കും നമ്മളിലേക്ക് വരിക എന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പണം ആർക്ക് കൊടുക്കുമ്പോഴും ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. പണം നമ്മൾ ആർക്ക് കൊടുക്കുമ്പോഴും നിറഞ്ഞ മനസ്സോട് കൊടുക്കണം. ചിരിച്ച് സന്തോഷത്തോടു കൂടി അനുഗ്രഹത്തോടു കൂടി കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അതല്ല നമുക്കതിനൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഇമോഷണലി പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സിങ്, ആ ഒരു കൈമാറ്റം ചെയ്യരുത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ സ്വയം ഒന്ന് മോട്ടിവേഷനൊക്കെ ചെയ്ത് കാര്യം നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പണം ആർക്കും കൈമാറ്റം ചെയ്യാവുള്ളൂ കേട്ടോ. നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ അതിനെ കൊടുത്താൽ അതിനേക്കാൾ സന്തോഷത്തോടു കൂടി പണം നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതും നമ്മളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ പറയുന്നതാണ് കേട്ടോ. അതിനെ നിങ്ങൾ ആ രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. ജീവിതത്തിൽ എന്ത് തടസ്സമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ ഓരോ കാര്യങ്ങൾ എനിക്ക് വാട്സപ്പിൽ ആ ഒരു വരാഹി മന്ത്രം ചൊല്ലിയിട്ട് ഓരോ തടസ്സങ്ങൾ സ്ഥലക്കച്ചവടം നടക്കുന്നുണ്ട്, അതുപോലെ ഫാമിലി പ്രശ്നം മാറുന്നുണ്ട്, അതുപോലെ വിദ്യാഭ്യാസത്തിന് വിദേശത്തേക്കൊക്കെ പോകാനുള്ള ബ്ലോക്കേജ് കിട്ടി പോകാൻ വിസയൊക്കെ റെഡിയായ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതൊക്കെ സന്തോഷമാണ്. പണം വരാനായിട്ട് പ്രതീക്ഷിച്ചിരിക്കാതെ പണം വന്നു ചേർന്നത്, അതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, പറയാൻ പറ്റാത്ത വിധം ഒരു സന്തോഷമാണ്. നമ്മൾ ആർക്കും കൊടുത്തിരിക്കുന്നതല്ല, നമ്മൾ ആ ഒരു ഇട്ടിരിക്കുന്ന ആ ഒരു മെസ്സേജ്, ആ ഒരു മന്ത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫലം കിട്ടുന്നു. അത് 100 പേര് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ 4 പേർക്കായിരിക്കും അതിൻ്റെ ഫലം കിട്ടുന്നത്. കാരണം ആ 4 പേരിലാണ് അതിൻ്റെ ആത്മാർത്ഥതയുള്ളൂ. ബാക്കിയുള്ളവരിലൊന്നും അത് പൂർണ്ണതയല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ വ്യക്തമായിട്ട് പറ്റും. അതുപോലെ മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ളതാണ്. പണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനം. പണം ഉണ്ടാക്കണം. പിന്നെ നെയിം ആൻഡ് ഫെയിം എനർജിയിൽ എത്തുക എന്നാണ് പറയുന്നത്. ഈ നെയിം ഉണ്ടാകണമെങ്കിൽ ഫെയിം വേണം. നമുക്ക് പണം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാലൻസ് എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സാമ്പത്തികം കയ്യിലുണ്ടോ?
നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ എല്ലാവരും കോടീശ്വരനാവണമെന്നല്ല പറയുന്നത്. നമ്മളുടെ നിലനിൽപ്പിന്, നമ്മളുടെ പ്രകൃതിക്കൊത്ത് നമുക്ക് ആ ഒരു നിലനിൽപ്പിനാണ് പണം ആവശ്യം. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ സാമ്പത്തികമുണ്ടോ? ഹസ്ബൻഡ് കൊണ്ടുവരട്ടെ, വൈഫ് കൊണ്ടുവരട്ടെ, മക്കൾ കൊണ്ടുവരട്ടെ, അച്ഛൻ കൊണ്ടുവരട്ടെ, അമ്മ കൊണ്ടുവരട്ടെ, ആ ഒരു ചിന്തയിലൊന്നും ഒരിക്കലും നിൽക്കില്ല. ഞാൻ കൊണ്ടുവരുമെന്നുള്ള ചിന്തയിലേക്ക്, ഞാൻ ഏത് രീതിയിൽ ഉണ്ടാക്കുമെന്നുള്ളൊരു മൈൻഡ് പവറിലേക്ക് വന്ന് ഫിനാൻസിനെ അട്രാക്റ്റ് ചെയ്യുക. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. വെറുതെ ഇരുന്നാൽ ഒന്നും വരില്ല. കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ കഴിവ്, എല്ലാവർക്കും കഴിവുണ്ട്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അത് മുരടിച്ച് അതൊരു എന്താ പറയുക, ഒന്നുമല്ലാതെ സ്റ്റക്കായി പോകാതെ നിങ്ങളതിനെ അതിൽ പ്രവർത്തിച്ച് അതായത് ഒരു പ്രവർത്തിക്കാത്തൊരു മിഷ്യൻ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ചവിട്ടി അത് പ്രവർത്തിച്ച് കഴിയുമ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് ഓടുന്നത് പോലെ നിങ്ങളിൽ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, നെഗറ്റീവാകുന്ന ചിന്തകളെയെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട്, അത് ആരാണെന്ന് ചിന്തിക്കേണ്ട. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തേക്ക് വരിക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. നഷ്ടം വന്നോട്ടെ, അടുത്ത കാര്യം ചെയ്യുക. പരാജയപ്പെടുന്നവനാണ് വിജയം ആസ്വദിക്കാൻ പറ്റുള്ളൂ. വിജയം മാത്രം ആസ്വദിക്കുന്നവൻ ഒരിക്കലും അതിൻ്റെ സുഖം അറിയില്ല. അതായത് വിശന്നിരിക്കുന്നവൻ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആ ഒരു വിശപ്പിൻ്റെ വിലയും ഭക്ഷണത്തിൻ്റെ രുചിയും അറിയുന്നത്. എല്ലാ നേരവും ഭക്ഷണം ഇങ്ങനെ ഓർഡറിൽ വിശക്കുന്നതിന് മുമ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തന് വിശപ്പും അറിയില്ല, ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും അറിയില്ല. അപ്പം നമ്മൾ സ്ട്രഗിളിങ് ചെയ്യണം. പരാജയപ്പെടും, വീണ്ടും നമ്മൾ പ്രവർത്തിക്കും. നമുക്കെപ്പോഴും നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവണം. ചുറ്റുമുള്ളവരിലേക്കല്ല നമ്മൾ വിശ്വാസം പകരേണ്ടത്. നമ്മളിൽ വിശ്വാസമുണ്ടായി മുന്നോട്ടേക്ക് പോകുക. ജീവിതം മാറി മറിഞ്ഞിരിക്കും, യാതൊരു സംശയമില്ല. 101% ഗ്യാരൻറ്റി പറയുന്നു. നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ 100% നിങ്ങൾക്ക് വിജയമുണ്ടാകും. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇന്നിപ്പോൾ വാട്സപ്പിൽ ഒരാൾ വന്ന് കുറേ പരാതി പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ചിലർ പറയും ഞങ്ങളുടെ നെറ്റ് മൊത്തം തീരുക, നിങ്ങൾ വെറുതെ സംസാരിക്കുകയാണെന്ന്. നമുക്ക് 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. 3 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു റീയൂണിയൻ എനർജി ആവാം. ഇന്ന് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ചില വ്യക്തികളുടെ ഒരു പ്രസൻസ് നിങ്ങൾക്കിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില പുതിയ സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിൽ നിങ്ങൾക്കിന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ചെറിയൊരു സെലിബ്രേഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഈ കൂട്ടുകാരോടൊത്തൊന്ന് പുറത്തു പോകാനും ഒരു കൂട്ടുകൂടാനും എന്തെങ്കിലുമൊക്കെ കഴിക്കാനും എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ പങ്കിടാനുമൊക്കെ പറ്റുന്നൊരു ദിവസമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു ദിവസത്തെ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് തന്നെ 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു കൂടിച്ചേരലിൻ്റെ ഫലം, അതായത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ചില ലോസ്, ചില നഷ്ടങ്ങളെയെല്ലാം നിങ്ങൾ മറക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ചീറ്റിംഗ് എനർജിയൊക്കെ സംഭവിച്ച വ്യക്തികളാണെങ്കിൽ അതെല്ലാം മറന്നു കളഞ്ഞിട്ട് നിങ്ങൾക്കിന്നൊരു ഹാപ്പി മൂമെൻറ്റ്സ് ഉണ്ടാവുന്നതായിട്ട്, ഒരു മൊമെൻറ്റ് എനർജി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സെലിബ്രേഷനിൽ ചിലപ്പോൾ ഇന്ന് പങ്കെടുക്കാനുള്ള യോഗമുണ്ട്. അതല്ലെങ്കിൽ ഇന്ന് ഒരു സെലിബ്രേഷൻ നിങ്ങളാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില വ്യക്തികളെ കണ്ടുമുട്ടേണ്ടി വരുന്ന, അതായത് നഷ്ടപ്പെട്ട് കുറേ കാലങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ചില വ്യക്തികളെ കണ്ടുമുട്ടാനും അവരുമായിട്ട് കുറേ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ ഷെയറിങ് ചെയ്യാനുമൊക്കെ പറ്റുന്ന പോലെ വളരെയധികം പോസിറ്റീവും ഊർജ്ജസ്വലവും അതുപോലെ ഇൻ്റലക്ച്വൽ പവറോടുകൂടിയും പരിശുദ്ധിയോടുകൂടിയും ഒക്കെ ഉള്ള ഒരു എനർജി ഇന്ന് ഇമോഷണലി കുറേ ആളുകളിൽ കണക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത്. അതേസമയം നമുക്കൊരു നാനോ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് നിരാശ ഇന്നലെ കുറേ ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പാസ്റ്റിൽ എന്തോ ഒരു ഓർമ്മ നിങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ഇന്നലത്തെ ദിവസം നിങ്ങളിൽ ആരൊക്കെയോ ഉറങ്ങാതെ ഉണർന്നിരുന്ന് ഒരുപാട് പെയിൻ അനുഭവിച്ചതായിട്ട്, ഒരുപാട് വേദനയിലൂടെ കടന്നു പോയൊരു സിറ്റുവേഷൻസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിരാശ അനുഭവിച്ചതായിട്ടുള്ളൊരു സാഹചര്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് വിഷമം, അതായത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു പ്രോബ്ലംസ് പാസ്റ്റിലെ ഒരു ഇമോഷൻസിനെ വെച്ച് തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്ന, നിങ്ങൾക്കൊരു പ്രപ്പോസൽ തന്ന ഒരു വ്യക്തിയെ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവാം.
ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മ ഒരു പക്ഷേ കുറച്ച് ആളുകളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടാവാം. നിങ്ങൾ നല്ലൊരു ഡിസിഷൻ എടുത്തില്ല, ജീവിതത്തിൽ നല്ലൊരു ഡിസിഷൻ എടുത്തില്ല എന്നുള്ള ഒരു കുറ്റബോധം നിങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടാവാം. അതുപോലെ ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെ ഒരുപാട് ഇമോഷണലി കണക്റ്റ് ചെയ്തിരുന്ന, ഒരുപാട് ഹൃദയം തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചിരുന്ന വ്യക്തിയുടെ ഓർമ്മകളിൽ കുറച്ച് ആളുകൾ ഇന്നലെ കുറേ പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചൊക്കെ വളരെയധികം ഇമോഷണലി ആയ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയതായിട്ട് കാണുന്നുണ്ട്. സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിച്ച വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഏത് രീതിയിലുള്ള കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ആ ഒരു സിറ്റുവേഷൻസിനെ അനുഭവിക്കുന്ന ആ ഒരു ഭാരത്തെ, മനസ്സിന് താങ്ങാൻ വയ്യാത്ത ആ ഒരു ഭാരത്തെ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ആണെന്നുള്ളൊരു തിരിച്ചറിവും ഇങ്ങനെയുള്ള വെല്ലുവിളികളെ നേരിടണമെന്നുമൊക്കെ ഉള്ള ആ ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ മാറുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്കതൊരു വെല്ലുവിളിയാണെങ്കിലും അവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്തതൊരു ന്യായമായ കാര്യമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. സംഭവിച്ചതെല്ലാം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവിലും നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഓക്കെ ആകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എംബറസ് എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. അബണ്ടൻസ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം, നിങ്ങളുടെ ആ ഒരു സ്കിൽ വർക്കിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാനുള്ള സമയമായി. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ആളുകളുടെ എനർജിയിലേക്ക് സക്സസ് കടന്നു വരുന്നുണ്ട്. ഒറ്റയ്ക്ക് പോരാടിയവരാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഒരു റിസോഴ്സ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, നല്ല പവർഫുള്ളായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസ് എനർജിയാണ് വരുന്നത്. ഒരു ശത്രുഭാവത്തിൻ്റെ പ്രസൻസ് അതിനകത്തുണ്ട് എങ്കിലും, ഒരു ഡബിൾ എനർജി പ്രസൻസ് നിങ്ങളെ പിടികൂടാൻ സാധ്യതയുണ്ട് എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അബണ്ടൻസ് വരുന്നുണ്ട്. ആ അബണ്ടൻസിനെ നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും മറികടക്കാൻ സാധിക്കും കേട്ടോ. മദർ എനർജി അല്ലെങ്കിൽ എന്താ പറയുക, സ്ത്രീ എനർജിയെ ബേസ് ചെയ്ത് ദേവീക്ഷേത്രത്തിലോ മാതാവിൻ്റെ എനർജിയിലോ ഒക്കെ നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിക്കുകയും ആ ഒരു എനർജിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഈ ഒരു സക്സസ്സിൻ്റെ പിന്നാലെ ഒരു ചീറ്റിംഗ് എനർജി കണക്ട് ചെയ്യാൻ പറ്റും. അതും ഒരു സ്ത്രീയുടെ പ്രസൻസിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിൽ കുറച്ച് ആളുകൾക്കൊരു ചതി നേരിടേണ്ടി വരും കേട്ടോ. നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് നല്ല പാർട്ട്ണർ എനർജിയിൽ, പ്രണയം അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തിയിലാണ് നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റി കാണുന്ന. നിങ്ങളുടെ കഴിവിനെ, അതായത് ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോരാടുന്ന വ്യക്തികളെയാണ് കേട്ടോ. അത് മസ്കുലൻ എനർജീനെയാണ് കേട്ടോ കാണിക്കുന്നത്. മസ്കുലൻ എനർജിയിൽ മാര്യേജ് ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്ക് നിന്ന് മുന്നോട്ടേക്ക് ജീവിതത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു ലേഡി പ്രസൻസ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. ഒരു പക്ഷേ സ്നേഹമോ മറ്റെന്തെങ്കിലും അട്രാക്ഷൻ്റെ പേരിലോ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. കാരണം ഒരു പവർ ലോസിങ് അല്ലെങ്കിൽ ഒരു ചീറ്റിങ് അത് നിങ്ങളുടെ ജീവിതത്തിന് ഒന്ന് താളം തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അബണ്ടൻസും ഉണ്ട് നിങ്ങൾക്കൊപ്പം. രണ്ട് സാഹചര്യത്തിൻ്റെ ഇടയിലാണ്. നിങ്ങൾ എത്രത്തോളം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. വീണ്ടും ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മതപരമാകുന്ന മേഖലകളെ ബേസ് ചെയ്ത്, അതായത് ജീവിതത്തിൽ നമ്മൾ മതപരമാകുന്ന മേഖലകളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ആ ഒരു ലേഡി പ്രസൻസിൻ്റെ നെഗറ്റിവിറ്റി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് വേറൊരു ലക്ഷ്യമുണ്ട് കേട്ടോ. വളരെ സൂക്ഷിക്കുക. സ്നേഹമാണ് കരിയർ പാതയുമായിട്ട് കണക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ശത്രുഭാവം, അതല്ലെങ്കിൽ ഒരു തകർച്ച, നിങ്ങളിലൊരു തകർച്ച ഉണ്ടാക്കുക എന്ന ഒരു ഫീലിങ്സിലാണ് നിൽക്കുന്നത്. വളരെ കെയറിങ്ങും നിങ്ങളോടൊപ്പം ചേർന്ന് പ്രൊട്ടക്ഷൻ നൽകി നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക.
അതൊരു അപകടമാണ്. സ്ത്രീ പ്രസൻസിൽ പോകുന്ന മസ്കുലൻ എനർജികളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്ക് തോന്നും കൂടെ നിൽക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ഉള്ളു തുറന്ന് സംസാരിക്കുന്നതുമെല്ലാം പോസിറ്റീവാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല. ഒരു വലിയൊരു വീഴ്ച നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുണ്ടാവാൻ സാധ്യതയുണ്ട്. മദർ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവുക. അതുപോലെ തന്നെ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചൊരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. ഗാർഡിയൻ എനർജിയിലൊക്കെ നിൽക്കുന്നവർക്കാണ് കേട്ടോ. വിദേശത്തേക്കൊക്കെ പോവാനോ വിദേശത്തു നിന്നൊക്കെ തിരിച്ചു വരാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഈ നിങ്ങൾക്കൊരു പൂർണ്ണതയായി കാണില്ലായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വിദേശത്തു നിന്നൊക്കെ നിർത്തിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥ, ഒരു മനസ്സമാധാനമില്ല എന്ന ഒരു തോന്നലിൻ്റെ ഒരു പ്രസൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പറയാൻ നമുക്ക് സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രാവലിംഗ് ടൈമാണ്. നിങ്ങൾ യാത്രയ്ക്ക് തയ്യാറാവുക എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രവുമല്ല നിങ്ങളെപ്പോഴും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക കേട്ടോ. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ നിർത്തിപ്പോരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കടന്നു വരാൻ പാടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു പിടിവള്ളി നിങ്ങൾ തന്നെ മുറുക്ക പിടിച്ചോണം. അതൊരിക്കലും മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നൊരിടയിലേക്ക് പോകരുത്. നിങ്ങളെപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ മറ്റൊരു എനർജി വന്നിരിക്കുന്നത് മായാവലയത്തിൽ പെടുന്ന, അതായത് അട്രാക്ഷൻ, മറ്റുള്ളതിനോട് തോന്നിക്കുന്ന ചില അട്രാക്ഷൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. അതായത് പുതിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹപ്പുറത്ത്, നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെക്കണം. ചില ബന്ധങ്ങളാണെങ്കിലും കണക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയും സൂക്ഷിക്കേണ്ട സമയമാണ് ഇപ്പോഴത്തെ ഈ ഒരു എനർജിയിൽ. പെട്ടുപോകാനും ട്രാപ്പിലാവാനും അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസിറ്റിവിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല. സ്ഥലം മേടിക്കുന്നതാണെങ്കിലും വീട് വെക്കാനാണെങ്കിലും മറ്റുള്ളവരുമായിട്ടുള്ള പണ ഇടപാടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും ജോലി ചേഞ്ചിങ് ചെയ്യാൻ, ഏതെങ്കിലും ജോലിയിൽ നിന്ന് പുറത്ത് കടക്കാനാണെങ്കിലും ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ഒരു പുതിയ ബന്ധം സ്ഥാപിക്കാനാണെങ്കിലും അതൊരു വെല്ലുവിളിയുടെ എനർജി കാണുന്നുണ്ട് കുറേ ആളുകളുടെ എനർജി പ്രസൻസിൽ. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് മാത്രം കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സമയം മനസ്സിലാക്കി ഇപ്പം നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമാണോ എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആക്ഷൻ എടുക്കാവുള്ളൂ. അതല്ല എങ്കിൽ മായാവലയത്തിൽ പെട്ടുപോകാൻ അല്ലെങ്കിൽ ചതിയിൽ, ലോസ് എനർജിയിൽ പെടാനും ജീവിതത്തിൽ അതിൽ നിന്ന് പിന്നെ തിരിച്ച് കടക്കുക എന്നത് അസാധ്യമായ ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ പേജ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓൾറെഡി സക്സസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ കരിയറിൽ ഒരു പടിയും കൂടി ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾ രണ്ട് സാഹചര്യങ്ങളിലൂടെ പ്രവർത്തിച്ചു പോകുന്ന, ഒന്നിലധികം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു സക്സസ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. ഒരു സ്ഥാനമാറ്റവും ഒരു അഭിനന്ദനം ലഭിക്കാനുള്ളതും മറ്റുള്ളവരുടെ റെസ്പെക്റ്റ്, ഒരു ലീഡർഷിപ്പ് എനർജിയിൽ ഒരു ഉയർച്ച വരാൻ പോകുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെപ്പോഴും ഒരു എന്താ പറയുക, ഒരു ചെറിയ ബ്ലോക്ക് എനർജിയിലാണ് നിൽക്കുന്നത്, ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളാണ്. എല്ലാ ബന്ധങ്ങളിൽ നിങ്ങളൊരു ബൗണ്ടറി ഇടുന്ന പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും ജീവിതത്തെയും വിജയത്തെയും നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെയും മാത്രം ഫോക്കസ് ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഉയർച്ചയുടെ ഒരു സമയമാണ് കേട്ടോ. മാറ്റം വരുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്താനും ആ ഒരു പൊസിഷനിൽ ഏറ്റവും മനോഹരമായിട്ട് അലങ്കാരത്തോടു കൂടി ഇരിക്കാനുമുള്ളൊരു സമയമാകുന്നുണ്ട്. ടെമ്പറൻസ് എനർജി വന്നിട്ടുണ്ട്. മാറ്റങ്ങളാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്കൊക്കെ ബാലൻസിലേക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത് അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ, നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു പോയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത ചില വ്യക്തി ബന്ധങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളെ തേടി വരുന്ന സിറ്റുവേഷൻസ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് എനർജിയിൽ നിൽക്കുന്ന, അതായത് വളരെയധികം കണക്റ്റഡ് ആയിട്ടും ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയിൽ നിന്ന ചില ബന്ധങ്ങളിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അത് ഫാമിലി എനർജി ആയിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാകാം, സ്നേഹബന്ധമാവാം,
വളരെയധികം പോസിറ്റിവിറ്റിയോട് കൂടി പോയിട്ട് അവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ്, ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസിൽ നിൽക്കുന്ന ചില ബന്ധങ്ങളിൽ ഒരു ചീറ്റിംഗ് എനർജി പ്രസൻസ്, അതായത് നിങ്ങളെ ഒന്ന് റിജക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കണക്റ്റഡ് ആകുന്നുണ്ട്. അത് ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഫാമിലിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ഒരു റിജക്ഷൻ ആയിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ട് കേട്ടോ. ആ ഒരു സാഹചര്യം മറികടന്ന് റീയൂണിയൻ എനർജിയിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മളോട് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അതിന് പറ്റിയ സമയമല്ല എന്ന് പറയുന്നുണ്ട്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് നൽകുന്ന, നിങ്ങൾ ഒരുപാട് പേടിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഒരുപാട് കുറ്റപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾ ശരിക്കും നല്ല രീതിയിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ, നല്ലൊരു തീരുമാനം എടുക്കുക എന്നാണ് നമുക്ക് ഡിവൈൻ പറയുന്നത്. ബി അസർട്ടീവ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഉറച്ചു നിൽക്കണം. അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലൊരു തീരുമാനം നിങ്ങൾ ഓരോ വ്യക്തികളിലും ഉണ്ടാണ്. എൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഇന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമെന്നുള്ള ആ ഒരു ശക്തമാകുന്ന ഒരു ഉറച്ച വിശ്വാസം, ഒരു ദൃഢനിശ്ചയം നിങ്ങളിൽ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. വലിയൊരു മാറ്റം, വലിയൊരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു പാഷനാണ്. നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വലിയൊരു വിജയം വരുന്നു എന്നാണ് കാണുന്നത്.